ഹലോ കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ മാത്സിലെ 4-ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. 4-ാമത്തെ യൂണിറ്റിൻ്റെ പേര് ജോയ്ഫുൾ ഓണം എന്നാണ്. ഇവിടെ നോക്കൂ, കുറേ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? പൂക്കൾ പറിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഓണം ഇൻ 10 days സ്റ്റാർട്ടിങ് വിത്ത് അത്തം. ഓണം എന്നാണ്. ഇനി 10 ദിവസം കൂടെയുള്ള ഓണത്തിന്. അത്തം മുതൽ 10 ദിവസം അല്ലേ. അത്തം കഴിഞ്ഞ് 10-ാമത്തെ ദിവസം എന്താണ്? ഓണമാണ്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ മാത്സ് പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കൂ. ഹൗ അബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ്മ? ഗ്രാൻഡ്മയോടൊപ്പം ചേർന്നുള്ള ഓണത്തെ പറ്റി എന്താണ് നിങ്ങൾ കരുതുന്നത്? നൈസ്, ഗ്രേറ്റ്, ദാറ്റ് വിൽ ബി ഫൺ. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? നല്ലതായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ കുട്ടിക്ക് എന്താ പറയുന്നത്? അത് വളരെ രസകരമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഓണം ആഘോഷിക്കുക എവിടേക്ക് പോവുകയാണ്? ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? ഗ്രാൻഡ്മയുടെ വീട്ടിൽ വന്നല്ലേ. അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറയുന്നത്? സോ ഗുഡ് ടു സീ യു കിഡ്സ്. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ എനിക്ക് എന്തുണ്ട്? ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ ആര് പറയാണ്? ഗ്രാൻഡ്മ പറയാണ്. കുട്ടികൾ എന്താണ്? ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കാൻ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോന്നു. പൂക്കളം. നീരവ്, നിയ ആൻഡ് ഗ്രാൻഡ്മ പിക്കഡ് ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം. അപ്പം നീരവും നിയയും ഗ്രാൻഡ്മയും കൂടെ എന്തോ ചെയ്തു? പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? പിച്ചിക്കൊണ്ട് വന്നു അല്ലേ. പിക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ചിയെടുക്കുക, പറിച്ചെടുക്കുക എന്നൊക്കെയാണ്. അപ്പം ആരൊക്കെയാണ്? നീരവുണ്ട്, നിയയുണ്ട്, ഗ്രാൻഡ്മയുണ്ട്. അപ്പം 3 പേരുടെ കയ്യിലും പൂക്കൂടെയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. ഇനി എന്താ അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇവർ 3 പേരും തങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് വന്ന പൂക്കളൊക്കെ മുൻപിൽ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. കൗണ്ട് ആൻഡ് റൈറ്റ്. എന്താണ്? എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നീരവിൻ്റെ മുമ്പിലുള്ള പൂക്കൾ നോക്കിയേ. ആദ്യം എന്താണ്? ഒലിയാണ്ടർ. ഒലിയാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരളിപ്പൂവ്. അരളിപ്പൂവ് ഏതാണ്? ആ പിങ്ക് കളറിലുള്ളതാണ് അരളിപ്പൂവ്. അപ്പം നീരവിൻ്റെ മുമ്പിലുള്ള അരളിപ്പൂവ് എണ്ണി നോക്കിയേ. 1, 2, 3, 4 അല്ലേ. 4 എണ്ണമാണ് ഉള്ളത്. 4 ആണുള്ളത് അല്ലേ. അപ്പോൾ ആ ഒലിയാണ്ടറിൻ്റെ നേരെയുള്ള കോളത്തിൽ നമ്മൾ എന്തെഴുതണം? 4 എന്ന് എഴുതണം. അടുത്ത എന്താണ്? റോസ്. റോസ് എന്നാണ് നമ്മുടെ റോസാപ്പൂവ്. റോസാപ്പൂവ് എണ്ണി നോക്കിയേ. 1, 2, 3. അപ്പോൾ റോസിൻ്റെ നേരെയുള്ള കോളത്തിൽ എന്തെഴുതണം? 3 എന്ന് എഴുതണം. അടുത്ത എന്താണ്? ജാസ്മിൻ. ജാസ്മിൻ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എണ്ണമാണ് ഉള്ളത് അല്ലേ. 10 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ജാസ്മിൻ്റെ നേരെ എന്തെഴുതണം? 10 എന്ന് എഴുതണം. അടുത്ത എന്താണ്? ക്രൈസാന്തിമം. ക്രൈസാന്തിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ജമന്തിപ്പൂവ്. മഞ്ഞ നിറത്തിലുള്ളതാണ് ജമന്തിപ്പൂവ്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട് നീരവിൻ്റെ അടുത്ത്? 1, 2. അപ്പോൾ അവിടെ എന്തെഴുതണം? 2 എന്ന് എഴുതണം. ഈ ആരുടെ ഫ്ലവേഴ്സ് എണ്ണാൻ പോകുന്നത്? നിയയുടെ ഫ്ലവേഴ്സ് ആണല്ലേ. അപ്പോൾ നിയയുടെയാണ് രണ്ടാമതിരിക്കുന്ന പൂക്കളുടെ സെക്ഷൻ. അപ്പോൾ നിയയ്ക്ക് എത്ര ഒലിയാണ്ടർ ഉണ്ട്? എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 പൂക്കളാണ് ഉള്ളത്. ഇനി അടുത്ത എന്താണ്? റോസ് എത്ര എണ്ണം ഉണ്ട്? റോസ് എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ 1 എഴുതണം. അടുത്ത എന്താണ്? ഗ്ലോബ് അമരാന്ത്. ഗ്ലോബ് അമരാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാടാമല്ലിപ്പൂക്കൾ. അത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയേ. 1, 2, 3, 4, 5, 6. 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 6 എന്ന് എഴുതണം. അടുത്ത ഗ്രാൻഡ്മയുടെ പൂക്കളുടെ എണ്ണമാണ് എടുക്കേണ്ടത്. ഗ്രാൻഡ്മയുടെ ആദ്യം എന്ത് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്? ജാസ്മിൻ ഫ്ലവേഴ്സിൻ്റെ നോക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ജാസ്മിൻ കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ജാസ്മിൻ്റെ നേരെ എന്തെഴുതണം? 10 എന്ന് എഴുതണം. അടുത്ത എന്താണ്? ഗ്ലോബ് അമരാന്ത്. വാടാമല്ലി നോക്കണം. വാടാമല്ലി എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അടുത്ത എന്താ നോക്കേണ്ടത്? ക്രൈസാന്തിമം അല്ലേ. ജമന്തി നോക്കണം. ജമന്തി എത്ര എണ്ണം ഉണ്ട്? 1, 2. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്ത് ഉത്തരങ്ങൾ എഴുതിയല്ലോ അല്ലേ. അടുത്തത് നോക്കാം. ദേ സോർട്ടഡ് ദ ഫ്ലവേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്. ഹൗ മെനി ഓഫ് ഈച്ച്? അവരെന്ത് ചെയ്തു? ഈ പൂക്കൾ പലയിടത്തായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരേ തരത്തിലുള്ള പൂക്കളെല്ലാം കൂടെ ഒന്നിച്ചാക്കി മാറ്റി വെച്ചു. അപ്പോൾ ആദ്യം എന്തിനെയാണ്? റോസിനെയാണ് മാറ്റി വെച്ചത്. നീരവിൻ്റെ കയ്യിൽ എത്ര റോസസ് ഉണ്ട്? 3 റോസസ് ആണ് ഉള്ളത്. നീയുടെ കയ്യിൽ എത്ര റോസ് ഉണ്ട്? 1 റോസ് ഉണ്ട്. 3 and 1 make 4. അതായത് 3 റോസും അതിൻ്റെ കൂടെ 1 റോസും കൂടെ ആയിക്കഴിഞ്ഞാൽ ആകെ എത്ര റോസ് ആവും? 4 റോസ് ആവും അല്ലേ. 4 റോസ് ആവും. അപ്പോൾ അവിടെ നമ്മൾ എന്തെഴുതണം? 4 എന്ന് എഴുതണം. അതിനെങ്ങനെ നമ്മൾ എഴുതുന്നത്? 3 + 1 = 4. 3 ഒന്നും കൂടെ ചേർന്നാൽ എത്ര ആവും? 4. 3 റോസാപ്പൂക്കളുടെ കൂടെ നമ്മൾ 1 റോസാപ്പൂ കൂടെ എടുത്ത് വെച്ചാൽ എത്ര റോസാപ്പൂ ആവും? 4 റോസാപ്പൂ ആവും അല്ലേ. അടുത്ത എന്താണ്? ക്രൈസാന്തിമം. ക്രൈസാന്തിമം എങ്ങനെയാണ് നോക്ക്. നീരവ് ബ്രോട്ട്. നീരവിൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 2 അല്ലേ. ഗ്രാൻഡ്മ ബ്രോട്ട്. ഗ്രാൻഡ്മയുടെ കയ്യിൽ എത്ര പൂവുണ്ട്? 2. 2. 2 and 2 make 4. അപ്പോൾ എന്താ അവിടെ എഴുതണം? 4 എന്ന് എഴുതണം. 2 ജമന്തിയും വീണ്ടും ഒരു 2 ജമന്തി. ഈ 2 എണ്ണം കൂടെ ആകുമ്പോൾ എന്താവും? 4 എണ്ണം ആവും. അടുത്ത ഫ്ലേവർ ഏതാ? ജാസ്മിൻ. മുല്ല. മുല്ലപ്പൂവിൻ്റെ കാര്യം നോക്കിയേ. നീരവ് ബ്രോട്ട്. നീരവ് എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്? 10 എണ്ണം. ഗ്രാൻഡ്മ ബ്രോട്ട്. അതും എത്ര എണ്ണമാണ്? 10. 10 എന്ന് എഴുതണം.
10 ആൻഡ് 10 മേക്ക് 20. അപ്പോൾ 10ഉം 10ഉം കൂടെ ചേരുമ്പോൾ എത്രയാവും? 20 ആകും. ടോട്ടൽ 10 + 10 = 20. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ജാസ്മിൻ, എത്ര മുല്ലപ്പൂക്കളുണ്ടാകെ? 20, 20. ഫ്ലവേഴ്സ് ഏതാണ്? ഒലിയാണ്ടർ, അരളി. നീരവ് ബ്രോഡ്, നീരവിൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 4. നിയ ബ്രോഡ്, നിയ എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്? 10. 10 ആൻഡ് 4 മേക്ക് 14. അപ്പോൾ 10ഉം 4ഉം കൂടെ ചേരുമ്പോൾ എത്രയാകും? 14. 14 ആവും. 10ഉം 4ഉം കൂടെ ചേർന്ന 14. അതിനെങ്ങനെ എഴുതാം? 10 + 4 = 14. അപ്പോൾ എന്താണ്? 10 + 4 = 14. ടുഗദർ ദേ ബ്രോട്ട്. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ പോവുക. ആകെ എത്രയുണ്ട്? 14. അടുത്ത ഏതിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ഗ്ലോബ് അമരാന്തസ്, വാടാമല്ലി അല്ലേ. നിയ ബ്രോട്ട്, നീ എത്ര എണ്ണം കൊണ്ടുവന്നു? 6 ഫ്ലവേഴ്സ് കൊണ്ടുവന്നു. ഗ്രാൻഡ്മ ബ്രോട്ട്, ഗ്രാൻഡ്മ എത്ര എണ്ണം കൊണ്ടുവന്നു? 3 ഫ്ലവേഴ്സ് കൊണ്ടുവന്നു. 6 ആൻഡ് 3 മേക്ക് 9. 6ഉം 3ഉം കൂടെ ചേരുമ്പോൾ എത്രയാകും? 9 ആകും. 6 + 3 എത്രയാണ്? 9. 6 + 3 = 9. അടുത്ത നോക്കിയേ. ഫാദർ ഓൾസോ ബ്രോഡ് സം ഫ്ലവേഴ്സ്. അച്ഛനും കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു. ദേ ഡ്രൂ ആൻ ഔട്ട്ലൈൻ ഫോർ ദ പൂക്കളം. അവരെന്ത് ചെയ്തു? പൂക്കളത്തിന് വേണ്ടി ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി, ഒരു പടം വരച്ചിട്ടു അല്ലേ, കളറിട്ട് അതിന് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി സർക്കിൾസ് ഇൻ ദിസ്. ഈ പൂക്കളത്തിൽ എത്ര വട്ടങ്ങളാണ് ഉള്ളത്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര സർക്കിൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. അപ്പോൾ എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടി പുറത്തുള്ള ഒരു സർക്കിളിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടം തൊട്ട് എണ്ണി നോക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം പുറത്ത് എത്ര സർക്കിൾസ് ഉണ്ട്? 10 സർക്കിൾസ് ഉണ്ട്. ഇനി അകത്തും സർക്കിൾസ് ഇട്ടിട്ടില്ലേ? അവിടെ നമുക്കൊന്നൊരു പൂ വെച്ച് കൊടുത്തിട്ട് ആ പൂ വെച്ചാൽ കോളം തൊട്ട് നമുക്ക് എണ്ണാം. അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ പുറത്ത് 10, അകത്ര 5. വീണ്ടും അകത്ത് കണ്ടിട്ടില്ലേ? വീണ്ടും 2 സർക്കിളില്ലേ? അപ്പോൾ അതെന്താണ്? അത് 2 സർക്കിൾസ് ഉണ്ട്, 2 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ 10 കഴിഞ്ഞിട്ട് എത്രയാണ്? അപ്പോൾ ആകെ എത്ര സർക്കിൾ ഉണ്ട്? 17 സർക്കിൾസ് ആണുള്ളത്. 17 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? 17 എന്ന് എഴുതാം. ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ഗാർലൻഡ് ഉണ്ടാക്കാം അല്ലേ, ഒരു പൂമാല ഉണ്ടാക്കാം. ദേ മേഡ് എ ഗാർലൻഡ് വിത്ത് ദ റിമൈനിങ് ഫ്ലവേഴ്സ്. അപ്പോൾ പൂക്കൾ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പൂക്കൾ വെച്ച് അവരെന്തുണ്ടാക്കി? ഒരു പൂമാല ഉണ്ടാക്കി. ഹൗ മെനി ക്രൈസാന്തിമം ഇൻ ദ ഗാർലൻഡ്. അപ്പോൾ നോക്കി, ഇവിടെ ഗാർലൻഡിൻ്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. അതിനകത്ത് എത്ര ക്രൈസാന്തിമം ഉണ്ട്? എത്ര ജമന്തിപ്പൂക്കളുണ്ട്? മഞ്ഞ നിറത്തിലുള്ളതല്ലേ ജമന്തിപ്പൂക്കൾ. അപ്പോൾ യെല്ലോ കളറിലുള്ള ജമന്തിപ്പൂക്കളൊന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4. അപ്പോൾ ഈ കോളത്തിൽ നമുക്ക് എത്ര എഴുതാം? 4 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി റോസസ്. എത്ര റോസസ് ഉണ്ട്? അപ്പോൾ എത്ര റോസസ് ഉണ്ട് എണ്ണി നോക്കിയേ. 1, 2, 3. ഇനി അടുത്ത എന്താ? ഹൗ മെനി ഗ്ലോബ് അമരാന്ത്. എത്ര വാടാമല്ലിയുണ്ട്? 1, 2. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ലുക്ക് അറ്റ് ദ പാറ്റേൺ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഈ പൂക്കൾ കെട്ടിയിരിക്കുന്ന രീതി കണ്ടില്ലേ? ഡ്രോ മോർ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പാറ്റേൺ ആൻഡ് കളർ ദം. അപ്പോൾ എന്താണ്? ഈ പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ പൂക്കൾ വരച്ചിട്ട് കളർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം 3 റോസസ്. അപ്പോൾ വീണ്ടും നമ്മൾ എത്ര റോസസ് വയ്ക്കണം? 3 റോസസ് വയ്ക്കണം. പിന്നെ 4 ക്രൈസാന്തിമം അല്ലേ, 4 മഞ്ഞപ്പൂക്കൾ. പിന്നെ ഏതാണ്? 2 വാടാമല്ലി, 2 ഗ്ലോബ് അമരാന്ത് അല്ലേ. നിങ്ങൾ അവിടെ അത് വരച്ച് ചേർക്കണം. ടീച്ചർ ജസ്റ്റ് സ്റ്റിക്കേഴ്സ് വെച്ചതൊന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഡ് യു ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്താണ്? സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് വരച്ചോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വരയ്ക്കണം. ഹൗ മെനി ഫ്ലവേഴ്സ് ഇൻ ഓൾ. അപ്പോൾ ആകെ എത്ര ഫ്ലവേഴ്സ് ആവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. എത്ര ഫ്ലവേഴ്സ് ഉണ്ടാകെ? 18 ഫ്ലവേഴ്സ് ഉണ്ടാകെ. അപ്പോൾ കൂട്ടുകാരെ നല്ല ഭംഗിയിൽ തന്നെ ആ നൂലിൽ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ എണ്ണി എഴുതണം. നെക്സ്റ്റ് എന്താണ്? നീരവ് ആൻഡ് ഫ്രണ്ട്സ് സാങ്. നീരവും കൂട്ടുകാരും കൂടെ പാട്ട് പാടുകയാണ്. എന്താ പാടുന്നേ? എ റിംഗ് ഓഫ് റോസസ് റെഡ് ആൻഡ് ബ്രൈറ്റ്. അപ്പോൾ പൂക്കൾ ഇടാണല്ലേ. അപ്പോൾ ആദ്യത്തെ വട്ടം എന്താണ്? റോസാ പൂക്കളുടെ ഒരു വട്ടമാണ്. ആ റോസാ പൂക്കളുടെ വട്ടത്തിൽ എങ്ങനെയാണ് പറയുന്നത്? റെഡ് ആൻഡ് ബ്രൈറ്റ്. നല്ല ചുവന്ന നിറമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല ബ്രൈറ്റ് കളറിൽ നിൽക്കുന്ന ഒരു വട്ടമാണ് ആദ്യത്തേത് അല്ലേ. പിന്നെന്താ? എ റിംഗ് ഓഫ് ലില്ലീസ് പ്യുവർ ആൻഡ് വൈറ്റ്. ഇനി ലില്ലി പൂക്കളുടെ ഒരു വട്ടമുണ്ട്. എന്താണ്? വളരെ വിശുദ്ധമായി തോന്നുന്ന വെള്ള നിറത്തിലൊക്കെ ഉള്ളൊരു വട്ടമാണ്
അത്. അടുത്ത എന്താണ്? മംസ് ആൻഡ് ലോട്ടസ് ആൻഡ് മാരി ഗോൾഡ്. ഇനി എന്താണ്? മംസും ലോട്ടസും മാരി ഗോൾഡും കൂടെ ചേർന്ന അടുത്തൊരു വട്ടം. ഓറഞ്ച് ആൻഡ് പിങ്ക് ആൻഡ് ഷൈനിങ് ഗോൾഡ്. അപ്പോൾ ഈ മൂന്നും കൂടെ ചേരുമ്പോൾ ഏത് നിറമാണ്? ഓറഞ്ച് കളറ്, പിങ്ക് കളറ്, ഷൈനിങ് ഗോൾഡ്, നല്ല തിളങ്ങുന്ന സ്വർണ്ണ നിറം. ഇതെല്ലാം കൂടെ ചേർന്ന വട്ടങ്ങൾ. മെനി എ ഫ്ലവർ, മെനി എ കളർ. അപ്പോൾ എന്താണ്? ഒരുപാട് പൂക്കൾ, ഒരുപാട് നിറങ്ങൾ. മേക്ക് എ പ്രിറ്റി പൂക്കളം, വെൽക്കം ഓ കിങ് മാവേലി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താകുന്നു? ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂക്കളമായിട്ട് മാറുന്നു. അത് ആരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജാവായിട്ടുള്ള മഹാബലിയെ സ്വാഗതം ചെയ്യാനാണ്. മാവേലിക്ക് സ്വാഗതം പറയുകയാണ് കുട്ടികൾ. അടുത്ത നോക്കാം, ബാംഗിൾസ്. ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളകൾ. വാട്ട് ഹാഡ് ഗ്രാൻഡ്മ ബോട്ട് ഫോർ നിയ. അപ്പോൾ എന്താണ് ഗ്രാൻഡ്മ നിയയ്ക്ക് വാങ്ങിക്കൊടുത്തതെന്ന് നോക്കൂ. എന്താ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ ബാംഗിൾസ്. നല്ല മനോഹരമായിട്ടുള്ള വളകളാണല്ലേ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. നിയ ഈസ് ഹാപ്പി. നിയയ്ക്ക് വളരെ സന്തോഷമായി. ഷീ കൗണ്ടഡ് ദ ബാംഗിൾസ്. നിയ എന്ത് ചെയ്തു? ആ വളകൾ എണ്ണി നോക്കി. എണ്ണി നോക്കി എത്ര വളകളുണ്ടെന്ന്. ആദ്യത്തെ കയ്യിൽ എണ്ണാലേ? 1 2 3 4 5 6. ആദ്യത്തെ കയ്യിൽ എത്ര വളയുണ്ട്? 6 വളകളുണ്ട്. ഇനി രണ്ടാമത്തെ കയ്യിൽ എണ്ണി നോക്കിയേ. 1 2 3 4 5 6. രണ്ടാമത്തെ കയ്യിൽ എത്ര വളകളുണ്ട്? 6 വളകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മെനി ബാംഗിൾസ്. അപ്പോൾ ആകെ എത്ര വളകളുണ്ടെന്നാണ് നോക്കണ്ടേ. അപ്പോൾ നോക്കൂ, 6 + 6 = 12. 6 6 കൂടെ കൂട്ടുമ്പോൾ എത്ര? 12 ആണല്ലേ. അപ്പോൾ ഒരു കയ്യിൽ 6 വള, രണ്ടാമത്തെ കയ്യിലും 6 വള. രണ്ടും കൂടെ മൊത്തത്തിൽ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. 12 ഉണ്ട്. അടുത്ത് നോക്കൂ, ബാംഗിൾസ് ഇൻ ഹാൻഡ്സ് ക്യാൻ ബി വോൺ ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ വളകൾ പല രീതിയിൽ ഇട്ടൂടെ? ഡിഫറെൻറ്റ് നമ്പർ ഓൺ ഈച്ച് ആം. ഓരോ കയ്യിലും വ്യത്യസ്ത എണ്ണങ്ങളിൽ ഇടാല്ലേ. ഇപ്പം എന്താണ്? ഒരു കയ്യിൽ 6 മറ്റേ കയ്യിൽ 6 ഇട്ടേക്കുന്നത്. ഈ എണ്ണത്തിൽ നമുക്ക് വ്യത്യാസം വരുത്തിക്കൂടെ? അപ്പോൾ എങ്ങനെയൊക്കെ വ്യത്യാസം വരുത്താമെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടീച്ചർ ഒരു 3 ദിവസങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. 4th ഡേയും 5th ഡേയും നിങ്ങൾ തനിയെ എഴുതണം കേട്ടോ. ഫസ്റ്റ് ഡേ എന്ത് ചെയ്യാം? 5 7. ഒരു കയ്യിൽ 5ഉം ഒരു കയ്യിൽ 7ഉം ഇടാം. ആ 12 വള ഇടണം. അപ്പോൾ 5ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 12 ആണ്. അപ്പോൾ 5 7 ഇടാം. ഇനി സെക്കൻഡ് ഡേ എങ്ങനെ ഇടാം? 4 8. ഒരു കയ്യിൽ 4ഉം ഒരു കയ്യിൽ 8ഉം ഇടാം. തേർഡ് ഡേ എന്താണ്? 3 9. ഒരു കയ്യിൽ 3ഉം ഒരു കയ്യിൽ 9ഉം ഇടാം. അതേപോലെ ബാക്കി 4th ഡേയും 5th ഡേയും കൂട്ടുകാർ തനിയെ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, റയാൻ കെയിം ഫോർ ദ ഓണം ഫീസ്റ്റ്. അപ്പോൾ റയാൻ എന്തിനു വേണ്ടി വന്നു? ഓണസദ്യക്ക് കഴിക്കാൻ വേണ്ടി വന്നു. ഹി ഹെൽപ്പ് ടു കൗണ്ട് ഔട്ട് ദ ഗ്ലാസസ്. അവൻ എന്താണ്? ഗ്ലാസുകൾ എണ്ണുകയാണ്. ഐ കൗണ്ടഡ് ഔട്ട് 5. ഞാൻ 5 എണ്ണം എണ്ണി. There is one more in front. അതിൻ്റെ മുൻപിൽ എന്താണ്? ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടെന്ന് ആര് പറഞ്ഞു കൊടുത്തു? നമ്മളുടെ നീരവ് പറഞ്ഞു കൊടുത്തു അല്ലേ. അപ്പോൾ 5 and 1 make 5 അല്ലേ ആര് കൗണ്ട് ചെയ്തത്? നമ്മളുടെ റയാൻ കൗണ്ട് ചെയ്തത്. ആ 5ൻ്റെ കൂടെ ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ എത്രയാവും? 6 ആവും. 5 + 1 = 6. ഓക്കെ, ഇനി നീരവിൻ്റെ അടുത്ത് എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 8. അപ്പോൾ നീരവിൻ്റെ അടുത്ത് എത്ര ഉണ്ട്? 8. ഇനി നിയയുടെ അടുത്ത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നോക്കാം. നീരവിൻ്റെ അടുത്ത് 8, നിയയുടെ അടുത്ത് 7. 8 + 7. അപ്പോൾ മൊത്തത്തിൽ കൗണ്ട് ചെയ്ത് നോക്കൂ, എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണമാണ് ഉള്ളത്. അടുത്ത നോക്കൂ, നീരവ് ഗേവ് 3 glasses ടു നിയ. നീരവ് എന്ത് ചെയ്തു? നിയയ്ക്ക് 3 ഗ്ലാസുകൾ കൊടുത്തു. നൗ നീരവ് ഹൗസ്. ഇപ്പോൾ ഇനി നീരവിന് എത്ര എണ്ണം കാണും? നീരവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് 3 ഗ്ലാസ് കൊടുത്തു. നീരവിൻ്റെ കയ്യിൽ എത്ര ഗ്ലാസ് ഉണ്ടായിരുന്നു? 6 ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. 6 glasses ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3 glasses സ്നേഹിക്ക് കൊടുത്തു. അപ്പോൾ നീരവിൻ്റെ കയ്യിൽ ബാലൻസ് ഇനി എത്ര ഗ്ലാസ് കാണും? നിങ്ങൾ 6 വിരലുകളൊന്ന് എടുത്ത് നോക്കിയേ. അപ്പോൾ 6 എണ്ണം ഉണ്ടല്ലേ. അതിൽ നിന്ന് എത്ര എണ്ണം കൊടുത്തു? 3 എണ്ണം കൊടുത്തു. അപ്പോൾ 3 വിരലുകൾ അങ്ങ് മടക്കി അത് പോയില്ലേ. അപ്പം ബാലൻസ് എത്ര വിരലുകൾ ഉണ്ടെന്ന് നോക്കൂ. 3 എണ്ണം ഇല്ലേ. അപ്പം നീരവിൻ്റെ കയ്യിൽ ബാക്കി എത്ര ഗ്ലാസ് ഉണ്ട്? 3 ഗ്ലാസ്സുകളാണുള്ളത്. ഇനി നിയയ്ക്ക് നോക്കിയേ. നിയയ്ക്ക് നേരത്തെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിയേ, നിങ്ങൾ ആദ്യം 7 വിരലുകൾ എടുക്കുക. എന്നിട്ട് ഇനി പുതിയതായിട്ട് എത്ര ഗ്ലാസും കൂടെ വന്നു? 3 ഗ്ലാസും കൂടെ വന്നു. അപ്പം 3 വിരലുകളും കൂടെ എടുക്കണം. അപ്പം ആകെ എത്ര വിരലുകളായി? ഇപ്പം 10 വിരലുകളായി. അപ്പം നിയയ്ക്ക് എത്ര ഗ്ലാസ് കിട്ടി? 10 ഗ്ലാസുകൾ കിട്ടി. അപ്പോൾ വീണ്ടും അവരെന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ എങ്ങനെയൊക്കെ അവരുടെ ആ കൗണ്ടിങ്ങിൽ മാറ്റം വരാം. അപ്പോൾ അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓണം ഫീസ്റ്റ്, ഓണസദ്യ. റിലേറ്റീവ്സ് ആൻഡ് നെയ്ബേഴ്സ് കെയിം ഫോർ ദ ഫീസ്റ്റ്. അപ്പോൾ എന്താണ്? ഓണം ഫീസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റിലേറ്റീവ്സും അതുപോലെ തന്നെ നെയ്ബേഴ്സ്, അയൽക്കാരും ഒക്കെ വന്നു. അപ്പോൾ എന്താണ്? ഇവിടെ ഇലയൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ. നിയയുടെ കയ്യിൽ എത്ര ഇലയുണ്ടെന്ന് നോക്ക്. നിയാറ്റു നിയയുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്ക്. 1 2 3 4 5 6
7, 8, 9. നീയുടെ എത്ര ഇലകളുണ്ട്? 9 ലീവ്സ് ഉണ്ട്. അടുത്തതിന് നീരവിൻ്റെ അടുത്ത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. നീരവിൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 8 ഉണ്ട്. ഇനി ടോട്ടൽ എത്ര നോക്ക്? 9 + 8. എത്ര എണ്ണമാണ് എണ്ണി നോക്കി? ആകെ എത്ര എണ്ണം ഉണ്ട്? 17. ആകെ എത്ര ഇലകളുണ്ട്? 17 ലീവ്സ് ആണ് ആകെ ഉള്ളത്. അടുത്ത നോക്കൂ, അവരെല്ലാം താണ്ടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓൾ സാറ്റ് ഡൗൺ ടു ഈറ്റ്. എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ഹൗ മെനി ചിൽഡ്രൻ? എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്? കുട്ടികളെ എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7. 7 ചിൽഡ്രൻ ആണ് ഉള്ളത്. ഇനി എന്താണ്? ഹൗ മെനി ഗ്രോൺ അപ്സ്? വളർന്ന എത്ര ആളുകളുണ്ട്? മുതിർന്ന ആളുകൾ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ആൻഡ് ഓൾ ടുഗദർ. അപ്പോൾ ആകെ എത്ര പേരുണ്ട്? ചിൽഡ്രൻസ് എത്രയാണ്? 7. ഗ്രോൺ അപ്സ് എത്രയാണ്? 9. 7 + 9 എത്രയാണ്? ആകെ ഇരിക്കുന്ന ആളുകളെ എണ്ണി നോക്കൂ. എത്രയാണ്? 16. 16 ആളുകൾ ഉണ്ട്. നമ്പർ ഓഫ് ലീവ്സ് യൂസ്ഡ് ഫോർ ദ ഫീസ്റ്റ്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര ഇലകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കൂ. എത്ര ഇലകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? 16 ലീവ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് നീരവ് ആൻഡ് നിയ ബ്രോട്ട്. നീരവും നിയയും കൂടെ കൊണ്ടുവന്ന ഇലകളുടെ എണ്ണം എത്രയായിരുന്നു? 17 ആയിരുന്നു അല്ലേ? ആർ ദ ലീവ്സ് മോർ ഓർ ലെസ്? അപ്പോൾ എന്താണ്? അവർ കൊണ്ടുവന്ന ഇലകൾ കൂടുതലാണോ കുറവാണോ? മോർ ആണല്ലേ, കൂടുതലാണ്. കാരണം 16 കാട്ടി വലിയ നമ്പർ അല്ലേ 17. അവർ 17 ലീവ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. 16 ലീവ്സ് അല്ലേ ആവശ്യം വന്നോളൂ. അപ്പോൾ മോർ ആണല്ലേ. ഹൗ മെനി? എത്ര അധികമായിരുന്നു? 1. ഒരെണ്ണമാണ് അധികമായിട്ട് ഉള്ളത്. അടുത്ത നോക്കൂ, സൈറ്റ് സീ. അവരിനി എന്തിനു പോവാണ്? കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ആഫ്റ്റർ ദ ഫീസ്റ്റ് ദേ സെറ്റ് ഔട്ട് ഫോർ ദ പാർക്ക്. അപ്പോൾ എന്താണ്? ആ ഓണസദ്യയെ കഴിച്ചിട്ട് അവർ എവിടേക്ക് പോയി? പാർക്കിലേക്ക് പോയി. ന്യൂ സൈക്കിൾ. അപ്പോൾ നീരവ് കൊണ്ട് ആ ബസ്സിൽ കൂടെ നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഒരു പുതിയ സൈക്കിൾ കാണുന്നു അല്ലേ? സൈക്കിൾ വി ആർ 2. സൈക്കിൾസ് എന്താണ്? സൈക്കിൾസ് ആണ്. ഞങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? ഞങ്ങൾക്ക് എത്ര വീലുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ആദ്യത്തെ സൈക്കിളിന് എത്ര വീലുണ്ട്? 2 വീൽസ് ഉണ്ട് അല്ലേ? രണ്ടാമത്തെ സൈക്കിളിന് എത്ര വീലാണ്? 2 വീൽസ് ആണ്. അപ്പോൾ 2 + 2, 2ഉം 2ഉം കൂടെ ആകെ എത്ര വീൽസ് ഉണ്ട്? 4 വീൽസ് ഉണ്ട് അല്ലേ? 2 and 2 make 4. 2ഉം 2ഉം കൂടെ ചേർന്ന് എന്താകുന്നു? 4 ആകുന്നു. Twice 2 is 4. അതായത് 2ൻ്റെ ഇരട്ടിയാണെന്ന് പറയുന്നത് 4. ഹാഫ് ഓഫ് 4 is 2. അതുപോലെ 4ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു 4 ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ട് വരുന്നു അല്ലേ? അപ്പോൾ 4 ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ ഒക്കെ എന്ത് ചെയ്യുന്നു? ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് 2 ചോക്ലേറ്റ് തരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അനിയന് കിട്ടിയത് ഒരെണ്ണമല്ലേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ 2 ചോക്ലേറ്റ്സ് ഇല്ലേ? അപ്പോൾ അനിയന് കിട്ടിയതിൻ്റെ ഇരട്ടിയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഒന്നും കൂടെ ചേർന്നിട്ടുള്ള ഇരട്ടിയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? അനിയന് കിട്ടിയത് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പകുതിയാണ് അനിയന് കിട്ടിയത് അല്ലേ? അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? 2ഉം 2ഉം കൂടെ ചേർന്ന 4 ആവും. 2ൻ്റെ ട്വൈസ് ആണ് ആരെന്ന് പറയുന്നത്? 4 എന്ന് പറയുന്നത്. 2ൻ്റെ ഇരട്ടിയാണ് 4. അതുപോലെ 4ൻ്റെ ഹാഫ് ആണ് എന്ത്? 2. അടുത്തത് നോക്കൂ, ഓട്ടോസ്. വി ആർ 2. അപ്പം ഞങ്ങൾ ഓട്ടോസ് ആണ്. ഞങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? ഞങ്ങൾക്ക് എത്ര വീൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര വീൽസാണ് ഉള്ളത്? 1, 2, 3. ഒരാൾക്ക് 3, മറ്റേ ആൾക്കും എത്രയാണ്? 3. 3 + 3 എത്രയാണ്? 6 ആണല്ലേ? ആകെ എത്ര വീൽസ് ഉണ്ട്? 2 പേർ കൂടെ 6 വീലുകളാണ് ഉള്ളത്. 3 and 3 make 6. 3യും 3യും കൂടെ ചേർന്ന് എന്താകും? 6 ആകും. Twice 3 is 6. 3യുടെ ഇരട്ടിയാണെന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് 6 is 3. അതുപോലെ 6ൻ്റെ ഹാഫ് പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അടുത്ത ആരാണ്? കാർസ് ആണല്ലേ? കാർസ് വി ആർ 2. ഞങ്ങൾ എന്താണ്? 2 കാറുകളാണ്. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? ഞങ്ങൾക്ക് എത്ര വീൽസ് ഉണ്ടെന്ന് അറിയാമോ? കാറിന് എത്ര വീലാണ് ഉള്ളത്? 4 വീൽസ് ആണല്ലേ? അപ്പോൾ 4 + 4 = 8. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 4 and 4 make 8. 4ഉം 4ഉം കൂടെ ചേർന്ന് എന്താകും? 8 ആകും. Twice 4 is 8 അല്ലേ? 4ൻ്റെ ട്വൈസ് ആണ്, ഇരട്ടിയാണ് ആര്? 8. അതുപോലെ 8ൻ്റെ ഹാഫ് ആണ് ആര്? 4. നെക്സ്റ്റ് നോക്കാം, നിയാസ് സോങ്. നിയയുടെ പാട്ട്. കൗസ് മൂവ് ആൻഡ് മൂവ്, 1 and 1 make 2. കൗ എന്ത് ചെയ്യുന്നു? എന്തൊരു ശബ്ദം ഉണ്ടാക്കുന്നു? 3 ശബ്ദമുണ്ടാക്കുന്നു. 1ഉം 1ഉം ചേർന്ന് എത്രയാകുന്നു? 2 ആകുന്നു. ടൈഗർ റോർ ആൻഡ് റോർ, 2 and 2 make 4. ടൈഗർ റോർ റോർ എന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. 2ഉം 2ഉം ചേർന്ന് 4 എന്നാവുന്നു. പപ്പി ലിക്സ് ആൻഡ് ലീക്സ്,
3 ആൻഡ് 3 മേക്ക് 6. അപ്പോൾ പപ്പി എന്ത് ചെയ്യുന്നു? ലിക്സ് ആൻഡ് ലിക്ക്. അതേപോലെ എന്താണ് 3യും 3യും ചേർന്ന് എന്തായിട്ട് മാറുന്നു? 6 ആകുന്നു. ജിറാഫ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് 4 ആൻഡ് 4 മേക്ക് 8. അപ്പോൾ ജിറാഫ് എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. 4ഉം 4ഉം ചേർന്ന് എത്രയായിട്ട് മാറുന്നു? 8 ആകുന്നു. ലയൺ ഈസ് ഇൻ ഹിസ് ഡെൻ 5 ആൻഡ് 5 മേക്ക് 10. ലയൺ എവിടെയാണുള്ളത്? ഡെന്നിലാണ് ഉള്ളത്, അതിൻ്റെ ഗുഹയിലാണ് ഉള്ളത്. 5 ആൻഡ് 5 മേക്ക് 10. 5ഉം 5ഉം ചേർന്ന് എന്താകുന്നു? 10 ആകുന്നു. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ 2 കൈകളില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു കയ്യിൽ ഒരു വിരൽ ഉയർത്തുക, അപ്പുറത്തെ കയ്യിലും അതേപോലെ ഒരു വിരൽ ഉയർത്തുക. അപ്പോൾ എത്ര വിരലുകളായി? ആകെ 2. ഇനി അതുപോലെ വീണ്ടും ഒരു കയ്യിൽ 2 വിരലുകൾ എടുക്കുക, അപ്പുറത്തെ കയ്യിൽ 2 വിരലുകൾ എടുക്കുക. അപ്പോൾ ആകെ എത്ര വിരലായി? 4. ഇനി ഒരു കയ്യിൽ 3 വിരലെടുക്കുക, അപ്പുറത്തെ കയ്യിൽ 3 വിരലുകൾ എടുത്ത് നോക്കുക. അപ്പോൾ ആകെ എത്ര വിരലായി? 6. അപ്പോൾ ഇതേപോലെ ഇരട്ടി എത്രയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഓരോ നമ്പേഴ്സിൻ്റെയും കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇനി ഇവിടെ എന്താ തന്നിട്ടുണ്ട്? ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്രയാണെന്ന് എഴുതണം. അപ്പോൾ ആദ്യം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് പിക്ചേഴ്സ്, പിന്നെ അതിൻ്റെ ഡബിൾ എഴുതാനുള്ള കോളം. ആദ്യത്തെ ഇതിൽ എത്ര പിക്ചേഴ്സാണ് ഉള്ളത്? 2 ഹെലികോപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇരട്ടി എത്രയായിരിക്കും? 2 എണ്ണം ഉണ്ട്. അപ്പോൾ മറ്റേ 2 എണ്ണം കണ്ടുപിടിക്കണ്ടേ? എത്ര ആയിരിക്കും? അതിൻ്റെ കൂടെ 2 എണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ 4 ആയിരിക്കും. പിന്നെന്താണ്? 3 അംബ്രല്ലാസ് ഉണ്ട്. അതിലൂടെ വീണ്ടും ഒരു 3 അംബ്രല്ലാസ് വന്നാൽ അത് എത്രയാകും? 6 ആകും. ഇനി എത്രയാണ്? 4 കാർസ് ഉണ്ട്. അതിലൂടെ വീണ്ടും ഒരു 4 കാർസ് കൂടെ വന്നു കഴിഞ്ഞാൽ എത്രയാവും? 8 ആവും. ഇനി എത്രയാണ്? 5 ബോൾസ് ഉണ്ട്. അതിലൂടെ വീണ്ടും ഒരു 5 ബോൾസ് വന്നു കഴിഞ്ഞാൽ എത്രയാകും? 10 ആകും. അതുപോലെ അടുത്ത കോളത്തിൽ എന്ത് ചെയ്യണം? നമ്പർ എഴുതുക, ഡബിൾ എത്രയാണെന്ന് എഴുതുക അല്ലേ. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുക. 6, 7, 8, 9, 10 എന്ന് ഫില്ല് ചെയ്യുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? അതിൻ്റെ ഡബിൾ എഴുതുക. 6ൻ്റെ ഡബിൾ എത്രയാണ്? 12. 7ൻ്റെ ഡബിൾ എത്രയാണ്? 14. 8ൻ്റെ ഡബിൾ എത്രയാണ്? 16. 9ൻ്റെ ഡബിൾ എത്രയാണ്? 18. 10ൻ്റെ ഡബിൾ എത്രയാണ്? 20. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൊക്കെ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? ട്രീയിൽ എത്ര ബേർഡ്സ് ആണ് ഉള്ളത്? കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8 ബേർഡ്സ് ആണുള്ളതല്ലേ. അപ്പോൾ ആ കോളത്തിൽ എന്ത് എഴുതാം? 8 എന്ന് എഴുതാം. ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? ഇനി ഗ്രൗണ്ടിൽ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എത്ര പേരുണ്ട് ഗ്രൗണ്ടിൽ? 12 ആണ് ഉള്ളത്. അപ്പോൾ ആ കോളത്തിൽ എന്ത് എഴുതാം? 12 എന്ന് എഴുതാം. ഹൗ മെനി ഇൻ ഓൾ? ആകെ എത്ര പേരുണ്ട്? അപ്പോൾ ഏതൊക്കെയാ? 8 + 12. 8 + 12 എത്രയാ? മൊത്തത്തിൽ എണ്ണി നോക്കിയേ. 20. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? വേർ ആർ മോർ ബേർഡ്സ് ഓൺ ദ ട്രീ ഓർ ഇൻ ദ ഗ്രൗണ്ട്? എവിടെയാണ് കൂടുതൽ പക്ഷികൾ? എവിടെയാണ്? ട്രീയിലാണോ അതോ ഗ്രൗണ്ടിലാണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് കൂടുതൽ പേരുള്ളത്? ഗ്രൗണ്ടിലാണല്ലേ. ഇനി എത്ര കൂടുതലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര കൂടുതലുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ 12 - 8. 12 - 8 കുറച്ചാൽ എത്ര കിട്ടുക? 4. 4 അധികമായിട്ട് കിട്ടുന്നത് അല്ലേ. അടുത്ത നോക്കൂ, ഡക്സ്. ഡക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? താറാവുകളാണ് അല്ലേ. ചിത്രത്തിൽ ആരാ ഉള്ളത്? കുറേ താറാവുകളാണുള്ളത് അല്ലേ. ഹൗ മെനി ഡക്സ് ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ എത്ര താറാവുകൾ നിൽപ്പുണ്ട്? അപ്പോൾ എത്ര പേരുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. എത്ര പേരാണ് ഉള്ളത്? 11 പേരാണ് ഉള്ളത്. അപ്പോൾ 11 എന്ത് ചെയ്യാം? നമുക്ക് അവിടെ കോളത്തിൽ എഴുതാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഡക്സ് ഇൻ ദ വാട്ടർ? വാട്ടറിൽ വെള്ളത്തിൽ എത്ര ഡക്സ് ഉണ്ട്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. വെള്ളത്തിൽ എത്ര പേരുണ്ട്? 9. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? വേർ ആർ മോർ ഡക്സ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ഇൻ ദ വാട്ടർ? എവിടെയാണ് കൂടുതൽ ഡക്സ് ഉള്ളത്? ഗ്രൗണ്ടിലാണോ വാട്ടറിലാണോ? ഗ്രൗണ്ടിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. വാട്ടറിൽ എത്ര പേരുണ്ട്? 9 പേരുണ്ട് അല്ലേ. അപ്പോൾ 9 ആണോ വലുത് 11 ആണോ വലുത്? 11 ആണ് വലുത് അല്ലേ. അപ്പം 11 ഉള്ള എവിടെയാണ്? ഗ്രൗണ്ടിലാണ് 11 പേരുള്ളത്. അപ്പോൾ ഗ്രൗണ്ടിലാണ് ആരുള്ളത്? കൂടുതൽ ഡക്സ് ഉള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മോർ? എത്ര കൂടുതലാണ്? നമ്മൾ പറഞ്ഞു ഗ്രൗണ്ടിലാണ് കൂടുതൽ ഡക്സ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എത്ര കൂടുതലാണ്? വാട്ടറിലുള്ളതിനെക്കാട്ടി എത്ര കൂടുതലുണ്ടെന്ന് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? 11 നിന്ന് 9 നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. 11 നിന്ന് 9 പോയി കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ എത്ര പേര് കൂടുതലുണ്ട് ഗ്രൗണ്ടിൽ? 2 എണ്ണം കൂടുതലാണ്. അപ്പോൾ 11 - 9 = 2. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ 11 ലൈൻസ് ഇട്ടിട്ട് അതിൽ നിന്ന് 9 ലൈൻസ് എന്ത് ചെയ്യണം? നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വിരലിൽ 9 കഴിഞ്ഞിട്ട്
11 വരെ എണ്ണിയാൽ മതി. അതായത് 9 കഴിഞ്ഞിട്ട് 11 വരെ എണ്ണുന്ന എങ്ങനെയാ? 10, 11. അപ്പോൾ എത്ര വിരൽ നമ്മൾ ഉയർത്തും? 2 വിരലല്ലേ? അപ്പോൾ ഉത്തരം എത്രയാണ്? 2 ആണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, 3 ducks ഓൺ ദ ഗ്രൗണ്ട് സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ വാട്ടർ. അതായത് എന്ത് ചെയ്തു? ആ ഗ്രൗണ്ടിൽ നിന്ന് 3 ഡക്സ് എവിടോട്ട് ഇറങ്ങി? വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രൗണ്ടിൽ നേരത്തെ എത്ര ഡക്സ് ഉണ്ടായിരുന്നു? ഗ്രൗണ്ടിൽ 11 ഡക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതിൽ നിന്ന് 3 എങ്ങോട്ട് പോയി? വെള്ളത്തിലോട്ട് പോയി. അപ്പോൾ 11 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 8 പേരെ പിന്നെ ഗ്രൗണ്ടിലുള്ളൂ അല്ലേ? വെള്ളത്തിലേക്ക് ആര് പോയി? നമ്മുടെ 3 ഡക്സ് പോയി. അപ്പോൾ ഇനി കരയിൽ എത്ര പേരേ ഉള്ളൂ? 8 പേരേ ഉള്ളൂ. വെള്ളത്തിൽ നേരത്തെ എത്ര പേരുണ്ടായിരുന്നു? വെള്ളത്തിൽ നേരത്തെ 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആ 9 പേരുടെ കൂടി 3 പേരും കൂടെ ചെല്ലുമ്പോൾ അവിടെ എത്ര ആയി? അവിടെ 12 പേരാകും അല്ലേ? 9ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 12 ആണ് കിട്ടുന്നത്. അവിടെ 12 പേരാകും. കരയിൽ എത്ര പേരേ ഇപ്പോൾ ഉള്ളൂ? 8 പേരേ ഉള്ളൂ. വെള്ളത്തിൽ എത്ര പേരായി? 12 പേരായി. ഇനി എന്തോ സംഭവിച്ചു? 2 ducks ഇൻ ദ വാട്ടർ വാക്ക്ഡ് ടു ദ ഗ്രൗണ്ട്. ഇനി എന്തോ ഇത്? വെള്ളത്തിലുണ്ടായിരുന്ന ഡക്സിൽ 2 പേര് എങ്ങോട്ട് കയറി? തിരിച്ച് ഗ്രൗണ്ടിലോട്ടും കയറി. അപ്പോൾ വെള്ളത്തിൽ 12 പേരായിരുന്നല്ലോ. ആ 12 പേരിൽ നിന്ന് 2 പേര് എങ്ങോട്ട് തിരിച്ചു കയറി? കരയിലേക്ക് കയറി. കരയിൽ ഇപ്പം ബാലൻസ് 8 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ 8 പേരുടെ കൂടി 2 പേരും കൂടെ ചെല്ലുമ്പോൾ എത്രയാകും? 10 ആകും, 10 ആവും അല്ലേ? അപ്പോൾ ഇനി വെള്ളത്തിലോ? വെള്ളത്തിൽ മൊത്തത്തിൽ 12 ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് 2 കയറിപ്പോയി. അപ്പോൾ വെള്ളത്തിൽ എത്രയാണ്? 10 ആയി. കരയിലും എത്ര ആയി? 10 ആയി. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നൗ ഹൗ മെനി ഇൻ വാട്ടർ. വാട്ടറിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്ര പേരുണ്ട്? ഗ്രൗണ്ടിലും എത്ര പേരാ ഉള്ളത്? 10 പേരാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കാം, ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്. ഇനി ക്ലബ്ബിൽ എന്തോ നടക്കുന്നു? ഓണപ്പരിപാടി നടക്കുന്നു. ഓൾ വെൻറ്റ് ടു ദ ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്ബ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ക്ലബ്ബുകളൊക്കെ ഇല്ലേ? അപ്പോൾ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ എന്ത് നടക്കും? ഓണപ്പരിപാടിയൊക്കെ നടക്കും. അപ്പോൾ എല്ലാവരും എവിടേക്ക് പോയി? ഈ ഓണപ്പരിപാടി കാണാൻ വേണ്ടി പോയി. മ്യൂസിക്കൽ ചെയേഴ്സ് എബൌട്ട് ടു സ്റ്റാർട്ട്. എന്താണ് മ്യൂസിക്കൽ ചെയർ? മ്യൂസിക്കൽ ചെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കസേരകളി. കസേരകളി ആരംഭിക്കാൻ പോവുകയാണ്. ദെയർ ആർ 13 ചിൽഡ്രൻ ആൻഡ് 11 ചെയേഴ്സ്. 13 കുട്ടികളും 11 കസേരകളുമാണ് ഉള്ളത്. വെൻ ദ മ്യൂസിക് സ്റ്റോപ്സ് 2 വിത്തൗട്ട് സീറ്റ്സ് വിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ പാട്ട് നിൽക്കുമ്പോൾ എന്തോ ചെയ്യും? അവിടെ ആകെ 11 ചെയറേ ഉള്ളൂ, 13 കുട്ടികളുണ്ടല്ലേ? അപ്പോൾ പാട്ട് നിൽക്കുമ്പോൾ 2 പേർക്ക് എന്ത് കിട്ടത്തില്ല? ചെയർ കിട്ടത്തില്ല. അപ്പോൾ പാട്ട് നിൽക്കുമ്പം ചെയർ കിട്ടാത്ത 2 പേര് എന്തോ ചെയ്യും? ഔട്ട് ആവും എന്നാണ് പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് ടൈം ദ മ്യൂസിക് സ്റ്റോപ്പ്ഡ്. ആദ്യത്തെ വട്ടം എന്തോ ചെയ്തു? പാട്ട് നിന്നു. 2 വെയർ ഔട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ എത്ര പേര് ഔട്ടായി? 2 പേര് ഔട്ടായി. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി കിഡ്സ് റിമെയിൻ. ബാക്കി എത്ര പേരുണ്ടായിരിക്കും? ആകെ 13 പേരുണ്ടായിരുന്നല്ലേ? 13 കിഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് എന്ത് ചെയ്തു? ഔട്ടായി. 13 നിന്ന് 2 പോയാൽ എത്രയാണ്? 13 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 13 നിന്ന് 2 പോയാൽ എത്ര ആയിരിക്കും? 11 ആണ്. ഇനി എത്ര കുട്ടികളെ ഉള്ളൂ? 11 കിഡ്സേ ഉള്ളൂ. 2 ചെയേഴ്സ് വെയർ ഓൾസോ റിമൂവ്ഡ്. 2 കസേര എന്ത് ചെയ്യണം? മാറ്റണം അല്ലേ? നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും കസേര മാറ്റും അല്ലേ? അപ്പോൾ ഇവിടെ 2 കസേര വീതമാണ് മാറ്റുന്നത്. അപ്പോൾ 2 കസേര എന്ത് ചെയ്തു? മാറ്റി. ചെയേഴ്സ് റിമൈനിങ്. ബാക്കി എത്ര ചെയേഴ്സ് ഉണ്ടായിരിക്കും? നേരത്തെ 11 ചെയേഴ്സ് ഉണ്ടായിരുന്നു. 11 ചെയേഴ്സിൽ നിന്ന് 2 ചെയേഴ്സ് മാറ്റി കഴിഞ്ഞാൽ എത്ര ചെയേഴ്സ് ഇനിയുള്ളൂ? 11 മൈനസ് 9 2 എത്രയാണ്? 11 മൈനസ് 2 എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത എന്താണ്? 2 വെയർ ഔട്ട് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ഓൾസോ. അടുത്ത റൗണ്ടിൽ വീണ്ടും 2 പേര് ഔട്ടായി. ആൻഡ് 2 മോർ ചെയേഴ്സ് വെയർ റിമൂവ്ഡ്. വീണ്ടും 2 ചെയേഴ്സ് മാറ്റി. അങ്ങനെയാണെങ്കിൽ കിഡ്സ് റിമൈനിങ്, കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ 11 കിഡ്സ് ഉണ്ടായിരുന്നു. 11 നിന്ന് വീണ്ടും 2 പേര് പോയി കഴിയുമ്പോൾ എത്രയേ ഉള്ളൂ? 11 നിന്ന് 2 പോയാൽ എത്രയാണ്? 9. അത് കഴിഞ്ഞ് നോക്ക്, ചെയേഴ്സ് ഇനി എത്ര ആയിരിക്കും? നേരത്തെ 9 ചെയേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് 2 ചെയേഴ്സ് കൂടെ പോകുമ്പോൾ എത്ര ആയി? 7 ആയി. 2 വെയർ ഔട്ട് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ഓൾസോ. അടുത്ത റൗണ്ടിൽ വീണ്ടും 2 പേര് ഔട്ടായി. ആൻഡ് 2 മോർ ചെയേഴ്സ് വെയർ റിമൂവ്ഡ്. 2 കസേരകൾ വീണ്ടും മാറ്റി. ഇനി വീണ്ടും എന്താ ചോദിച്ചിരിക്കുന്നത്? കിഡ്സ് റിമൈനിങ്. എത്ര കുട്ടികൾ ബാക്കി ഉണ്ടായിരിക്കും? 9 നിന്ന് 2 പോയാൽ എത്രയാണ്? 7. ചെയേഴ്സ് റിമൈനിങ്. കസേരകൾ ബാക്കി എത്രയുണ്ട്? 7 നിന്ന് 2 പോയാൽ എത്രയാണ്? 5. എൻ്റെ ക്ലാസ്സിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം ഇതുപോലെ മ്യൂസിക്കൽ ചെയർ ഒക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. അടുത്ത നോക്ക്, ടഗ് ഓഫ് വാർ. For tug of war, each team has 8 members. The program ends with this competition. അപ്പോൾ അവസാനത്തെ മത്സരം നടക്കാൻ പോവാണ്. എന്താണ്? വടംവലി മത്സരമാണല്ലേ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ടീമിലും എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 8 പേരുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു മത്സരത്തോടു കൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. മിക്കവാറും എല്ലായിടത്തും അങ്ങനല്ലേ? ക്ലബിൻ്റെയൊക്കെ അവസാനത്തെ പരിപാടി എന്തായിരിക്കും? വടംവലി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് അവസാനത്തെ പരിപാടി? വടംവലിയാണ്. ഹൗ മെനി ഇൻ ഈച്ച് ടീം. ഓരോ ടീമിലും എത്ര
എത്ര പേരുണ്ട്? രണ്ട് ടീമിലും സെയിം എണ്ണമാണ്. ഒന്ന് വേണമെങ്കിൽ എണ്ണി നോക്കാം. എത്രയാണ്? 1 2 3 4 5 6 7 8. ആദ്യത്തെ ടീമിലും 8 പേരുണ്ട്. രണ്ടാമത്തെ ടീമിലും എത്രയാണ്? 1 2 3 4 5 6 7 8. രണ്ടാമത്തെ ടീമിലും 8 പേരാണ്. അപ്പം ഓരോ ടീമിലും എത്ര പേരാണ് ഉള്ളത്? 8 പേര് വീതമാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഇൻ ബോത്ത് ടീംസ് ടുഗദർ? രണ്ട് ടീമിലും കൂടെ ആകെ എത്രയുണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ 8 കൂടെ ആഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് എണ്ണി നോക്കാം. അതും അല്ലെങ്കിൽ നോക്ക്, രണ്ട് ടീമിലും സെയിം നമ്പർ അല്ലേ? 8 അല്ലേ? അപ്പോൾ 8ൻ്റെ ട്വൈസ് ആയിരിക്കത്തില്ലേ കിട്ടുന്നത്? അപ്പോൾ 8ൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ? അപ്പോൾ 8ൻ്റെ ഇരട്ടിയാണ് എത്രയാണെന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആലോചിച്ച് നോക്കാം. 3 രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഉത്തരം എത്രയാണ്? 16 ആണ് ഉത്തരം. ഇനി നോക്കി, ഏതാണ്ടൊരു കുറച്ച് പേര് നിന്ന് സംസാരിക്കും. നോക്ക്, വി ആർ ഓൺലി 5. നമ്മൾ 5 പേര് മാത്രമേ ഉള്ളൂ. ഹൗ മെനി മോർ ഡു ദേ നീഡ് ടു മേക്ക് എ ടീം? അവർക്കൊരു ടീം ആവാൻ ഇനി എത്ര പേര് വേണം? 8 പേരല്ലേ ഒരു ടീമിൽ വേണ്ടത്? ഇവർ 5 പേരല്ലേ ഉള്ളൂ. ഇനി 8 ആവാൻ എത്ര വേണം? അറിയാൻ എന്ത് ചെയ്താൽ മതി? 8 - 5 ചെയ്താൽ മതി അല്ലേ? 8 - 5 എത്രയാണ്? 3 ആണ്. എങ്ങനെ കണ്ടുപിടിക്കാതെ? ഒന്നുകിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 8 വിരലുകൾ എടുക്കാം. 8 വിരലുകളിൽ നിന്ന് 5 എണ്ണം എന്ത് ചെയ്യണം? മടക്കണം. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പോൾ എത്ര ആൻസർ? 3. ഇത് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. 5 അല്ലേ ഉള്ളത്, 8 അല്ലേ ആവേണ്ടത്. അപ്പോൾ 5 കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണിയാലും മതി. ഓരോ വിരലുകൾ നോത്ത് എണ്ണിയേ. 5 കഴിഞ്ഞിട്ട് എത്ര? 6 7 8. 8 വരെയല്ലേ ആവണ്ടേ? ഇപ്പം നമ്മൾ എത്ര വിരലുകൾ നൂത്തു? 3 വിരലുകൾ നൂത്തു അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ? 3 ആണ് ആൻസർ. അടുത്തത് നോക്കിയേ, ബീഡ് ത്രെഡിങ്. ദെയർ വെയർ 6 ഫോർ ദിസ് കോൺടെസ്റ്റ്. അപ്പോൾ ഒരു മത്സരമാണല്ലേ? അപ്പം മുത്തു ഒരുക്കുന്ന മത്സരമാണ്. ഈ മത്സരത്തിൽ 6 പേരാണ് മത്സരിക്കുന്നത്. സി ഹൗ മെനി ബീഡ്സ് ഈച്ച് ത്രെഡഡ്. അപ്പോൾ ഓരോരുത്തരും എത്ര മുത്തുകൾ വീതം കൊരുത്തെന്ന് നോക്കൂ. ഹൂ ത്രെഡഡ് ദ മോസ്റ്റ്? ആരാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്? കൊരുത്തെടുത്തത്. ക്യാൻ യു സേ വിത്തൗട്ട് കൗണ്ടിങ്? കൗണ്ട് ചെയ്യാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് നോക്കൂ. നിത, സച്ചു, ദിയ, ജാസ്, മിഴി, നിഹാൽ, ഇത്രയും പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ നൂലിലും എത്ര മുത്തുകൾ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. നിതയുടെ നൂലിൽ എത്ര മുത്തുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 18 ആണ് ഉള്ളത്. സച്ചുവിന് 13, ദിയയ്ക്ക് 15, ജാസിന് 19, മിഴിക്ക് 17, നിഹാലിന് 14. ഹൂ വൺ? ഏറ്റവും കൂടുതൽ ആരുടേതാണ്? ജാസിനാണ്. 19 ബീഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആരാണ് വിജയിച്ചത്? ജാസ് ആണ് വിജയിച്ചത്. ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പറിലോട്ട് ഓർഡറിന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? 19 18 17 15 14 13 ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് നോക്കൂ, 10 ആൻഡ് മോർ. ഹൗ മെനി എഗ്സ് ഇൻ ഈച്ച് ട്രേ? ഓരോ ട്രേയിലും എത്ര എഗ് ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തതിൽ എത്രയുണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7. 7 ഉണ്ടല്ലേ? രണ്ടാമത്തെ ട്രേയിലോ 1 2 3 4 5 6. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 6 എന്ന് എഴുതണം. വി വാണ്ട് 10 eggs ഇൻ ദ ഫസ്റ്റ് ട്രേ. നമുക്ക് ഫസ്റ്റ് ട്രേയിൽ എത്ര എഗ്ഗിനെ ആക്കണം? 10 എഗ്ഗിനെ ആക്കണം. അപ്പോൾ ഹൗ മെനി മസ്റ്റ് ബി ടേക്കൺ ഫ്രം ദ സെക്കൻഡ് ട്രേ? അപ്പോൾ അവിടെ 10 ആവണമെങ്കിൽ ഇനി എത്ര എഗ്ഗിനെ അപ്പുറത്തെ ട്രേയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണം? 3 എഗ്ഗിനെ ഇപ്പുറത്തെ ട്രേയിലോട്ട് എടുക്കണം. അപ്പോൾ എത്രയാകും? 10 ആവും അല്ലേ? അപ്പോൾ അതാണ്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. നോക്കിയേ, ആ 7ൻ്റെ കൂടെ 3ഉം കൂടെ വന്നു. അപ്പോൾ 7 + 3 ആയപ്പോൾ എത്ര എഗ്ഗായി? 10 eggs ആയി. ഇനി അടുത്ത ട്രേയിൽ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പോൾ ഈ 10ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 10 + 3 എത്രയാണ്? 13. അപ്പോൾ ഇതുപോലെ 9 + 7 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോളത്തിൽ എന്ത് ചെയ്യണം? എഗ്ഗിൻ്റെ ചിത്രം വരയ്ക്കണം. ആദ്യത്തതിൽ എത്ര എഗ്ഗാണ് വേണ്ടത്? 9 eggs വേണം. രണ്ടാമത്തെ ട്രേയിലോ 7 eggs വേണം. ഇനി നോക്കിയേ, ഇവിടെ 9 eggs വരുമ്പോൾ പിന്നെ ഒരു കോളം മാത്രം ഒഴിഞ്ഞു കിടക്കില്ലേ? അതും കൂടെ വന്നാൽ ആ ട്രേ കംപ്ലീറ്റ് ആവുമല്ലോ. അതായത് 10 eggs ആവും. അപ്പോൾ എത്ര എടുക്കണം? അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം എടുക്കണം അല്ലേ? അപ്പം 9 ആൻഡ് 1 മേക്ക് 10. 9 1 ചേർന്ന് എത്രയാകും? 10 ആകും. അപ്പോൾ നമുക്കങ്ങനെ വീണ്ടും ഡ്രോ ചെയ്യാം. ആദ്യത്തതിൽ എത്ര എണ്ണം വരയ്ക്കണം? 10 egg. മറ്റേതിൽ നിന്നാണ് ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇനി മറ്റേ ട്രേയിൽ എത്ര എണ്ണേ ഉള്ളൂ? 6 eggs ഉള്ളൂ. അപ്പോൾ മറ്റേതിൽ 6 എണ്ണം വരയ്ക്കണം. അപ്പോൾ 9 + 7 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 + 6 എന്ന് എഴുതാം. 10 + 6 എത്രയാണ്? 16 ആണ് ആൻസർ. ഇത് നോക്കാം, ആഡ് ആൻഡ് റിമൂവ്. അപ്പം നോക്കൂ, ഇവിടെ ഒരു റൗണ്ട് തന്നിട്ടുണ്ടല്ലേ? ഫിൽ അപ്പ് ദ സെൽസ്. അപ്പോൾ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള കോളങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആ കുട്ടി എന്താ പറയുന്നത്? 9 ആൻഡ് 9 ടുഗദർ ഗീവ് 18. 9 9 കൂടെ ചേരുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 18 കിട്ടും. അതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്? ടേക്കിംഗ് എവേ 2 ഫ്രം 11 മേക്സ് 9. 11ൽ നിന്ന് 2 കുറച്ചാലും എന്ത് കിട്ടും? 9 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നടുക്ക് കിടക്കുന്ന 9, ഈ 9ൻ്റെ തൊട്ട് പുറത്ത് വരുന്ന 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പം ഏറ്റവും
പുറത്തുള്ള നമ്പർ ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. ഉദാഹരണം ഇവിടെ 9, അതിൻ്റെ കൂടെ തന്നെ 9 കിടക്കുന്നുണ്ടല്ലേ, ആ 9ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എന്തോ ഉത്തരം കിട്ടും? 18 കിട്ടും. അതുപോലെ 9ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എന്തോ ഉത്തരം കിട്ടും? 11 കിട്ടും. അതുപോലെ 11ൽ നിന്ന് 2 മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. 18ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ എന്തോ കിട്ടും? 9 കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും പുറത്തെ കോളത്തിലെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടെങ്കിൽ 9ഉം അതിന് തൊട്ട് കിടക്കുന്ന നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഈ 9ൻ്റെയും ഏറ്റവും പുറത്തെ കോളത്തിനും കൂടെ നടുക്ക് കിടക്കുന്ന കോളത്തിൻ്റെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഏറ്റവും പുറത്തെ കോളത്തിൽ നിന്ന് 9 മൈനസ് ചെയ്യണം. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ 9, 5 പിന്നെ തോളം ഇല്ല അല്ലേ, അപ്പോൾ ഏറ്റവും പുറത്തെ കോളത്തിൽ ഉത്തരം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ മതി. 9ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 14. ആ തൊട്ടടുത്തത് നോക്ക്, 9 ഉണ്ട്, 8 ഉണ്ട്. ഏറ്റവും പുറത്തെ കോളത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 9ഉം 8ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ എത്രയാണ്? 17. ഇനി അടുത്ത് നോക്ക്, 9 ഉണ്ട്, 12 ഉണ്ട്. നടുക്ക് കിടക്കുന്ന കോളത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 12ൽ നിന്ന് 9 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. അടുത്ത് നോക്ക്, 9, 6 ഏറ്റവും പുറത്തെ കോളത്തേലേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യണം. 9 + 6 ചെയ്യുമ്പോൾ എന്തോ കിട്ടും? 15. അടുത്ത് നോക്ക്, 9, 7 ഏറ്റവും പുറത്തെ കോളത്തിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 + 7 9 + 7 എത്രയാണ്? 16. അടുത്ത് നോക്ക്, 9, 10 നടുക്ക് കിടക്കുന്ന കോളമാണ് ഇല്ലാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? 10ൽ നിന്ന് 9 കുറയ്ക്കണം. 10 - 9 എത്രയാണ്? 1. അടുത്ത് നോക്ക്, 9ഉം 13ഉം നടുക്ക് കിടക്കുന്ന കോളമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 13ൽ നിന്ന് 9 മൈനസ് ചെയ്യണം. 13 - 9 = 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ട്രോഫീസ്. ദെയർ ആർ ട്രോഫീസ് ഫോർ ദ വിന്നേഴ്സ് ഓഫ് ദ കോൺടെസ്റ്റ്. ഹൗ മെനി ട്രോഫീസ്? അവിടെ എന്താണ്? മത്സരത്തിൽ ജയിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ട്രോഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ എത്ര ട്രോഫീസ് ഉണ്ടെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കോളത്തിൽ ട്രോഫി കൗണ്ട് ചെയ്യാൻ നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ കോളത്തിൽ എത്ര ട്രോഫി ഉണ്ട്? 10. ഇനി അടുത്ത കോളത്തിൽ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ രണ്ടിലും 10 വീതമാണുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 10 + 10 = ആകെ എത്ര ഉണ്ട്? 20. 10ഉം 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 20. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 20 എന്ന് എഴുതണം. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും വീഡിയോകൾ ആവശ്യമാണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു കൂട്ടുകാരെ.